ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മക്കൾക്ക് എക്സാമാണ് മദ്രസയിൽ. അപ്പോൾ 6:30ക്കാണ് എക്സാം തുടങ്ങുക. അപ്പോൾ 6:15 അപ്പോൾ പോവുകയാണ്. ഒരു കാൽച്ചായ കുടിച്ചുകൊണ്ട് അങ്ങനെ പോവലാണ്. കടിയൊക്കെ വന്നിട്ട് മദ്രസ ഇട്ട് വന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം ആയല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് തിരക്കിലായിപ്പോയി കേട്ടോ. കുറച്ച് തിരക്കും കുറച്ച് എഡിറ്റ് ചെയ്യാനും വോയിസ് എടുക്കാനുള്ള മടി. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ കുക്കറിലൊക്കെ അരിയൊക്കെ കഴുകിട്ടെടുത്തുകൊണ്ട് ഗ്യാസ്മൊക്കെ വെച്ചെടുത്തേക്കണ്. അങ്ങനെ ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ടോ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് നാണിപ്പാക്കാൻ്റെ കൂടെ റൂട്ടിൽ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കിയിട്ട് പോകണം. ആദിനെയും യാദൂനെയും അംഗൻവാടിക്ക് പറഞ്ഞയച്ചിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി കുറച്ച് ചിക്കനിൽ മസാല തേച്ച് വെച്ചിന് കേട്ടോ പൊരിക്കാൻ. പിന്നെ കേബേജും സവാളയൊക്കെ കട്ട് ചെയ്ത് കണ്ട് അതും വെച്ചിന് ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ ദോശയ്ക്ക് ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കിയെടുക്കണ്ട. അപ്പോൾ ഒരടുപ്പിൽ ചിക്കൻ പൊരിക്കാനും ഒരടുപ്പിൽ നമ്മളെ മക്കൾക്കുള്ള കഞ്ഞിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ. എന്നോട് ഒരാൾ ചോദിച്ചിനി നമ്മളെ ഈ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ അത് നമ്മൾ പെട്ടെന്ന് മീൻ പൊരിക്കുകയാണെങ്കിലും ചിക്കൻ പൊരിക്കുകയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് ചോദിച്ചിനി. നമ്മൾ ചട്ടിയിൽ അടി പിടിക്കാതെ പെട്ടെന്ന് കിട്ടുമെന്ന് ചോദിച്ചിനി. അപ്പം എൻ്റെത് ഈ ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉഷാറായിങ്ങാണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ഉപയോഗിക്കുമ്പോൾ എന്നും ഉപയോഗിക്കണം. നമ്മൾ എടുത്ത് വെക്കരുത്. എടുത്ത് വെച്ചാൽ അത് പൂയൊക്കെ പിടിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് അടി പറ്റി പിടിച്ചങ്ങാണ്ട് അങ്ങനെ നമുക്ക് കിട്ടൂല. അപ്പം എൻ്റെത് ഞാൻ സ്ഥിരം എടുക്കുന്നതാണ് കേട്ടോ മീൻ പൊരിക്കാൻ. അപ്പം നല്ല എന്താ പറയുക നല്ല ഉഷാറായി നമ്മൾ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്ന മാതിരി പോരും.
അപ്പം ഇങ്ങനത്തെ ചട്ടി വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഒട്ടിപ്പിടിക്കൂല കേട്ടോ എൻ്റെത് എന്ന് സ്ഥിരം എടുക്കണം. അപ്പം ഞാൻ അതിൽ വെള്ളപ്പം വരെ ചുട്ടെടുക്കലുണ്ട്. അങ്ങനെ നമ്മളെ മക്കളെ പറഞ്ഞയക്കലും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ് കേട്ടോ. നാണിപ്പാക്ക ലോഡൊക്കെ കയറ്റിക്കാണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനും കൂടെ പോവുകയാണെന്ന്. അപ്പം എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്, അതും കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഒപ്പം പോണത്. മക്കൾ വരാനാകുമ്പോഴത്തേന് നാണിപ്പാക്ക വരുമല്ലോ കേട്ടോ. ഞാൻ പിന്നെ അവിടുന്ന് ബസ്സിന് തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വരും. നാണിപ്പാക്ക വരാനാകുമ്പോഴത്തേന് രാത്രിയാവും ഓരോരോ കടയിൽ കയറി ഇറങ്ങി ഇങ്ങനെ പോകണ്ടേ. അപ്പോൾ ഇത് സാധനം കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലങ്ങനെ ഞാൻ പോവലില്ല. അപ്പോൾ ഇതിലൊന്ന് പോയി നോക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മളെ അമ്പലപ്പടി ടൗണാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റൂട്ട് പോണത് പൂക്കോട്ടുപാടം, കാളികാവ്, വണ്ടൂർ, അതേപോലെ കരുവാരക്കുണ്ട് ആ റൂട്ടാണ് കേട്ടോ. ആ റൂട്ടിലേക്കാണ് ഞാനും പോണത്. അപ്പോൾ കരുവാരക്കുണ്ടിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ അവിടെ ഒരു പൂക്കട ഉണ്ട് അറിഞ്ഞു. അപ്പം കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കണ്ടാണ് ഞാൻ പോണത് കേട്ടോ. പിന്നെ പോണ വഴിക്കൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അപ്പോൾ നമ്മൾ ഈ പൂക്കടയ്ക്ക് വരുന്നത്. ഫ്ലവറും അങ്ങനെ കുറച്ച് ഒരുപാട് ഐറ്റംസ് ഉള്ള കടയാണ് ഇട്ടത്. അപ്പം വരുമ്പോൾ ഇങ്ങനെ ഓരോരോ കടയിൽ ഇറങ്ങി കയറി ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളെ കട കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കേക്കിൽ വെക്കണ കുറേ ഫ്ലവർ പല ഡിസൈനിലും ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ കുറച്ച് വാങ്ങും ചെയ്യാൻ വിചാരിച്ചങ്ങാണ്ട്. നമ്മൾ കേക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം ഒരു ഫ്ലവറിൽ തന്നെ കേക്കിൽ വെക്കണേ. അപ്പോൾ ഇവിടെ മൂപ്പര് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വിലക്കുറവാണ്, നമുക്ക് പോയി നോക്കുക, ഹോൾസെയിലായിട്ടാണ് കൊടുക്കുക ഇറങ്ങാണ്ട് അങ്ങനെ പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും വില കുറവൊന്നുമില്ല, നല്ല വില ഉണ്ട്. ഹോൾസെയിലാണ് വിചാരിച്ചങ്ങാണ്ടുള്ള വില മാറ്റമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഫ്ലവർ എടുത്തുങ്ങാണ്ട് ഞങ്ങളവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് കൂടെ എന്നോട് ചോദിച്ചിനി നമ്മൾ ഹോം ടൂർ ഇടുമോ എന്ന് ചോദിച്ചിനി. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം ഹോം ടൂറിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്നായിട്ട് ഞാൻ വരും കേട്ടോ. ചിലപ്പം 2 ദിവസം കൊണ്ട് തന്നെ എത്തും. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.